തിരഞ്ഞെടുപ്പ് കാലത്തെ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിലെ ഇടപാടുകളെല്ലാം പരിശോധിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ് കേന്ദ്രം. ഓരോ ജില്ലയിലെയും തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും ആദായനികുതി വകുപ്പിനും ഇടപാടുകളുടെ വിവരം കൈമാറണമെന്ന് കാണിച്ച് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്ക് കേന്ദ്ര സഹകരണ സംഘം രജിസ്ട്രാർ കത്ത് നൽകിയിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള പണമിടപാടുകളാണ് അന്വേഷിക്കുന്നത്? ഇതേക്കുറിച്ചാണ് മൂന്നാം വഴി എക്സ്പ്ലെയിനർ പരിശോധിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണങ്ങൾ മറികടന്ന് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിലൂടെ പണമിടപാടുകൾ നടക്കുന്നുണ്ടെന്ന പരാതിയെ തുടർന്നാണ് പരിശോധനയ്ക്ക് കേന്ദ്രം അനുമതി നൽകിയത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഘട്ടത്തിൽ സംശയകരമായ പണമിടപാടുകളെ സംബന്ധിച്ച് ബാങ്കുകൾ ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും ആദായനികുതി വകുപ്പിനും വിവരങ്ങൾ നൽകണമെന്ന് വ്യവസ്ഥയുണ്ട്. ഇത് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ പാലിക്കുന്നില്ലെന്നും വിവരങ്ങൾ കൈമാറുന്നില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സഹകരണ സംഘം രജിസ്ട്രാറെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കുന്ന നിരീക്ഷകർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരമൊരു കാര്യം കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത്. വിനാശകരമായ പണമിടപാടുകൾ തടയേണ്ടതാണെന്ന മുന്നറിയിപ്പോടെയാണ് ഇടപാട് വിവരങ്ങൾ കൈമാറണമെന്ന നിർദ്ദേശം കേന്ദ്ര രജിസ്ട്രാർ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളെ അറിയിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമുള്ള എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകളാണ് പരിശോധിക്കേണ്ടതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ സംസ്ഥാനത്തെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിലും പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം. 5 തരത്തിലുള്ള ഇടപാടുകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. 1. ഒരു അക്കൗണ്ടിലേക്ക് ലക്ഷത്തിന് മുകളിൽ നിക്ഷേപം വരികയാണെങ്കിൽ അതേക്കുറിച്ച് അന്വേഷിക്കണം. ആ അക്കൗണ്ട് ഉടമയുടെ 2 മാസത്തെ ഇടപാടുകളിൽ 1 ലക്ഷത്തിന് മുകളിലുള്ള നിക്ഷേപമോ പണം പിൻവലിക്കലോ നടന്നിട്ടുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഇത്രയും പണമിടപാട് സമീപഘട്ടത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് സംശയകരമായ ഇടപാടായി കണക്കാക്കി അന്വേഷിക്കേണ്ടതുണ്ട്. 2. ഒരു അക്കൗണ്ടിലേക്ക് പല അക്കൗണ്ടിൽ നിന്നും ഓൺലൈനായി പണം കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. ഒരു ജില്ലയിലോ ഒരു ലോക്സഭാ മണ്ഡലത്തിലോ ഉള്ള ആളുകൾക്കാണ് ഈ രീതിയിൽ പണം അയച്ചതെങ്കിൽ അതിനെ സംശയത്തോടെ കാണണം. അത്തരം പരിശോധന നടത്തുമ്പോൾ മുമ്പും ഇതേപോലെ പണം കൈമാറുന്ന ആളാണോ ആ അക്കൗണ്ട് ഉടമ എന്നത് അന്വേഷിക്കേണ്ടതുണ്ട്. അതിനാൽ അദ്ദേഹത്തിൻ്റെ മുൻ ഇടപാടുകളും പരിശോധിക്കണം. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് ഇത്തരമൊരു പണമിടപാട് നടന്നതെങ്കിൽ അത് അന്വേഷണത്തിൻ്റെ ഭാഗമാക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത്. 3. സ്ഥാനാർത്ഥിയുടെയോ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയോ അക്കൗണ്ടിൽ നിന്നുള്ള ഇടപാടുകൾ നിരീക്ഷിക്കണം. ഈ അക്കൗണ്ടിലേക്ക് 1 ലക്ഷത്തിൽ കൂടുതൽ പണമായി നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലോ 1 ലക്ഷത്തിൽ കൂടുതൽ പണമായി പിൻവലിച്ചിട്ടുണ്ടെങ്കിലോ അന്വേഷിക്കണം. സ്ഥാനാർത്ഥികളുടെ അടുത്ത ബന്ധുക്കളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടാകും. ഇത് പരിശോധിച്ച് ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. 4. രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിലെ ഇടപാടുകളുടെ കണക്കും ശേഖരിക്കണം. ഈ അക്കൗണ്ടിൽ നിന്ന് 1 ലക്ഷത്തിൽ കൂടുതൽ പണമായി നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമുള്ള ഇടപാടുകളാണ് നോക്കേണ്ടത്. 5. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്ന് സംശയിക്കുന്ന മറ്റേത് അക്കൗണ്ടിലെ ഇടപാടും പരിശോധിക്കാം. പണമായുള്ള പിൻവലിക്കലും നിക്ഷേപവുമെല്ലാം ഇതിൻ്റെ പരിധിയിൽ വരും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച രീതിയിലുള്ള അക്കൗണ്ട് ഇടപാടുകളെക്കുറിച്ച് ബാങ്കുകളിൽ നിന്ന് വിവരം ശേഖരിക്കേണ്ട ചുമതല ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ്. ഇതിൽ സംശയകരമായി തോന്നിയ ഇടപാടുകൾ കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് അടിയന്തരമായി ഇടപാടുകാരെ കണ്ടെത്തുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ലൈയിങ് സ്ക്വാഡിനെ ഉപയോഗിക്കാം. പണമായി പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നതിലും രഹസ്യമായ അന്വേഷണം ഉണ്ടാകും. 10 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാ ഇടപാടുകളും ആദായനികുതി വകുപ്പിനെ അറിയിക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. മൂന്നാം വഴി എക്സ്പ്ലെയിനറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.